വാർഡ് കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കാത്ത DCC അധ്യക്ഷന്മാർക്ക് താക്കീത് നൽകി. എത്രയും വേഗം വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് 6 DCCകളോട് KPCC ആവശ്യപ്പെട്ടു. വയനാട്, പാലക്കാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലാ അധ്യക്ഷന്മാർക്കാണ് താക്കീത് നൽകിയത്. വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം 80% പൂർത്തിയാക്കിയെന്നാണ് KPCCയുടെ റിപ്പോർട്ടുകൾ. കടൽമണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് ഒറ്റയ്ക്ക് യാത്ര നടത്തും. ഇപ്പോൾ UDF യാത്ര നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് VD സതീശന്റെ നേതൃത്വത്തിൽ. അത് കഴിയുന്നയുടൻ KPCC യാത്ര നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ ജാഥ ക്യാപ്റ്റൻ ആകുമെങ്കിലും TN പ്രതാപൻ, ഹൈബി ഈഡൻ, M വിൻസെന്റ്, T സിദ്ദിഖ് എന്നിവരുടെ കൂട്ടായ നേതൃത്വമാകും ജാഥയെ നയിക്കുന്നത്. മെയ് മാസത്തിലാണ് ജാഥ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ ഉറച്ച കോട്ടയെന്ന് വിലയിരുത്തപ്പെടുന്ന തീരദേശ മേഖലയിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് അവരെ കോൺഗ്രസിനൊപ്പം നിർത്തുകയാണ് ഈ ജാഥ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ലഹരിക്കെതിരായുള്ള ക്യാമ്പയിൻ കോൺഗ്രസ് ഏറ്റെടുത്ത് താഴെത്തട്ടിലേക്ക് എത്തിക്കണമെന്ന് നേതൃത്വവുമായി സ്ഥിരം കൊമ്പുകോർക്കുന്ന മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ അഭിപ്രായപ്പെട്ടു. പാർട്ടിയിൽ ഒരു കാലത്തും ഇല്ലാത്ത ഐക്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് സുധീരന്റെ കണ്ടെത്തൽ. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ശിവഗിരിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം KPCCയിൽ ആഘോഷിച്ചതിന്റെ ചുവട് പിടിച്ച് മണ്ഡലം തലങ്ങളിൽ പരിപാടികൾ നടത്തണമെന്നും സുധീരൻ നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനത്തിൽ ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി മനുഷ്യച്ചങ്ങലയും തീർക്കും. ഇതിനിടെ KPCC ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച AI പരിശീലന ക്ലാസ്സിൽ പലർക്കും വലിയ ആശങ്കയായിരുന്നു. തൂക്കുകയും തുടയ്ക്കുകയും ദോശയൊടുകയും ചെയ്യുന്ന റോബോട്ടുകളെ പറ്റിയായിരുന്നു K സുധാകരന്റെ ആശ്ചര്യം. മുഖം നോക്കി മനസ്സിലിരിപ്പ് പറയുന്ന AI ക്യാമറ വന്നാൽ എന്താകും അവസ്ഥ എന്നായിരുന്നു പരിശീലന ക്ലാസ്സിലെ ഏറ്റവും വലിയ സംസാര വിഷയം. മുഖം നോക്കി LDF ആണോ UDF ആണോ എന്ന് പറയുന്ന ക്യാമറ വരുമോ? വോട്ട് ചെയ്യാമെന്ന് പറയുന്ന വീട്ടുകാർ ശരിക്കും വോട്ട് ചെയ്യുമോ എന്ന് വായിച്ചെടുക്കുന്ന ക്യാമറ വരുമോ എന്നൊക്കെയായി നേതാക്കളുടെ ചോദ്യങ്ങൾ. ഇങ്ങനെ ക്യാമറ വന്നാൽ അത് വലിയ ദുരന്തമാകുമെന്നായിരുന്നു നേതാക്കളുടെ അഭിപ്രായം. മനസ്സിനകത്ത് പോലും പ്രതിഷേധിക്കാൻ പറ്റാത്ത കാലം വരുമോ എന്നായിരുന്നു വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ ആശങ്ക.